എന്തായാലും ഏസിന്റെ ടോപ്പർ ആയിട്ടുള്ള 2ാം റാങ്കുകാരി നമ്മുടെ അടുത്തുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? ബുഷറ. ബുഷ്ര. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ 2ാം റാങ്കിലേക്കുള്ള ദൂരം? ഏസ് എങ്ങനെയാണ് ചേച്ചിനെ ഇത്രയും ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചത്? ഞാൻ കഴിഞ്ഞ ലിസ്റ്റില് സപ്ലിയിലായിരുന്നു. അപ്പോൾ എത്രയായാലും അടുത്ത ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ചാടണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ അതിനുവേണ്ടി ശ്രമിക്കാന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, ഏതൊക്കെ വഴികളിലൂടെ ശ്രമിക്കാന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് ഏസിൽ പോവാം, പട്ടാമ്പി ഏസിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഡെയിലി വേജായി വർക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് സൺഡേ ബാച്ചിനാണ് ചേരാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഏസിനെ വന്ന് സമീപിക്കുന്നത്. ഫ്രണ്ട് വഴിയാണ് ഏസിനെ സമീപിക്കുന്നത്. പിന്നെ പഠനം അത് വെച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതൊക്കെ എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളമൊക്കെ പഠിച്ചെത്താൻ പറ്റുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ നമ്മുടെ ഓരോ ദിവസത്തെ എക്സാം കഴിഞ്ഞുമ്പോൾ ആദ്യം നല്ല നിരാശയായിരുന്നു. കാരണം നല്ല നെഗറ്റീവ് വന്നിരുന്നു. ഞങ്ങൾക്ക് പട്ടാമ്പി ഏസിന്ന് തരുന്ന ഏറ്റവും വലിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് വരാതെ നിങ്ങൾ പരമാവധി ശ്രമിക്കണം എന്ന്. ഞങ്ങളവിടെ സപ്പോർട്ട് ചെയ്ത സാധ്യതയും വിജീഷൊക്കെ എപ്പോഴും അതാണ് പറയാറ്. അങ്ങനെ പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് എനിക്കത് മാറ്റം മനസ്സിലായി തുടങ്ങി. കാരണം ഓരോ ദിവസവും ഞങ്ങൾക്ക് പഠിക്കാൻ തരുമായിരുന്നു. സ്കൂൾ വർക്ക് കഴിഞ്ഞ് ബാക്കി പഠിക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലും ഈ ഒരു പഠിക്കണം, അവരിത്ര ഒരു കണ്ടന്റ് പഠിക്കാൻ തരുമ്പോൾ അത് വെച്ച് പഠിക്കണം എന്നുള്ളൊരു ഒരാഗ്രഹം ഉള്ളിലും വന്നു. പിന്നെ അങ്ങനെ പഠിച്ച് വന്നപ്പോൾ എക്സാം നടത്തുമ്പോൾ നെഗറ്റീവ് കുറഞ്ഞു തുടങ്ങി. പിന്നെ ഏസിലിങ്ങനെ കുഴപ്പമില്ലാത്തൊരു 5-10 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വന്നു തുടങ്ങി, പ്രതീക്ഷകളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് ബാക്കിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ നിന്നപ്പോൾ വീണ്ടും പട്ടാമ്പിയിൽ നിന്ന് ഏസിന്ന് അവർ ഞങ്ങളെ വിളിക്കാറും അതുപോലെ ഞങ്ങൾക്ക് അതിന് വേണ്ട എക്സാം നടത്താറും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രികളിൽ ഞങ്ങൾ ഇത്ര പഠിച്ചിട്ട് അതിന് വേണ്ട എക്സാം നടത്താറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓൺലൈൻ ആപ്പുകൾ വഴി ഒക്കെ സഹായിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഏസിലെത്തുന്നവർക്ക് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല, ഇനി പോസിറ്റീവ് മാർക്ക് ആണ് എന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞുള്ളത്. എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിലായിരുന്നു, പിന്നെ അതിനുശേഷം 2ാം റാങ്കിലേക്കുള്ള ദൂരം. അപ്പൊ തന്നെ ഏസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലെ? എങ്ങനെയായിരുന്നു ആ സമയമൊക്കെ? എങ്ങനെയായിരുന്നു ഒരു ക്രമീകരിച്ചത്? എങ്ങനെ പഠിക്കണം, ഇന്ന രീതിയിലായിരുന്നു മെറ്റീരിയൽസ്, ഇതുപോലെ പഠിക്കണം, അങ്ങനെയുള്ള മെന്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? ആദ്യം പിന്നെ ഞങ്ങൾക്ക് വരുമ്പോ തന്നെ ഓരോ സാറുമാരെ ഞങ്ങൾ ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ടായിരുന്നു, എത്ര സമയം പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം. അപ്പോൾ അവർ പറയും ഒരുപാട് സമയം, ഒരുപാട് മണിക്കൂറുകളൊക്കെ പഠിക്കണം എന്നൊക്കെ പറയും. അത്രയൊന്നും എനിക്ക് പഠിച്ചെത്താൻ കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. രാവിലെ എനിക്കൊരു പ്രൈം ടൈം എന്ന് പറയുന്നത് രാവിലെ ആയിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുറേ നേരം പഠിക്കും. പിന്നെ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും മറ്റും ഇത് നമുക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ എന്നെ എത്തിച്ചു. അങ്ങനെ ആ സപ്പോർട്ടും ഏസിന്റെ സപ്പോർട്ട് എന്നും ഓർക്കും. കാരണം റാങ്ക് കിട്ടിയപ്പോൾ ഓർത്തത്, നമ്മൾ ഓർക്കുന്ന കുറച്ച് നമ്മുടെ ആൾക്കാരും കുടുംബം അതിന്റെ കൂടെ ഓർത്തത് ഏസാണ്. അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു വിജയത്തിന് പിന്നിലെ ഏസ് തന്നെയാണ്. അപ്പൊ ചേച്ചിക്ക് വളരെ അത്രയും പ്രൗഡായിട്ട് പറയാം. ആരെങ്കിലും പരാജയത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ ഏസിൽ തന്നെ വന്ന് ചേർന്നോളൂ എന്ന് പറയാം. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുമ്പോ പറയാറുണ്ട്, അവിടെ നല്ല ക്ലാസ് ആണ്, നമുക്ക് അതിനുള്ള ഉറപ്പാണ്. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഏസിന്റെ 2ാം റാങ്കുകാരിക്ക് വളരെയധികം സ്നേഹത്തിൽ നടന്നൊരു നന്ദി. താങ്ക് യു.